ദൈവവചനത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഒരു സാധാരണ പുസ്തകം പോലെ അല്ല ദൈവവചനം. ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ആശ്വസിപ്പിക്കുന്നതാണ്, ധൈര്യപ്പെടുത്തുന്നതാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. ചിലപ്പോൾ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാം, അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നാം സങ്കടപ്പെടേണ്ടി വരാം. പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ ജീവിതത്തിലെ വളരെ വലിയ നിരാശയിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരാം. പലപ്പോഴും നാം ഒറ്റപ്പെടലിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാം. ചിലപ്പോൾ നാം നിരാശയിലൂടെ കടന്നു പോയിരിക്കാം, ഇല്ലായ്മകളെ നേരിടേണ്ടി വന്നിരിക്കാം. രോഗത്തിൻ്റെയോ ക്ഷീണത്തിൻ്റെയോ കാഠിന്യ നിമിത്തം നാം വല്ലാതെ ഭാരപ്പെട്ടെന്നിരിക്കാം. ചിലപ്പോൾ പ്രിയമുള്ളവരുടെ വേർപാട് നമ്മെ തളർത്തിയെന്നിരിക്കാം. അങ്ങനെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നാം വല്ലാതെ പ്രയാസപ്പെടുന്ന, ദുഃഖമനുഭവിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന അനേക സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നെന്നിരിക്കാം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതാത് സമയങ്ങളിൽ അനുഭവിക്കുന്ന ദുഃഖം ഒരുപക്ഷെ മറ്റാരും അറിയണമെന്നില്ല. അതുകൊണ്ട് ഈ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന ദുഃഖങ്ങളും നിരാശകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെന്നിരിക്കാം. എന്നാൽ ആ സമയങ്ങളിലെല്ലാം നമ്മെ ആശ്വസിപ്പിക്കുന്ന ഏക കാര്യം ദൈവവചനമാണ്. മറ്റൊരു തത്വസംഹിതയ്ക്കും നമ്മെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ദൈവവചനം നമ്മോട് ഹൃദ്യമായി ഇടപെടുന്നതാണ്, നമ്മോട് സംസാരിക്കുന്നതാണ്. കാരണം ഈ തിരുവെഴുത്ത് ദൈവശ്വാസീയമാണ്. അതുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുന്നു, വചനത്തിലൂടെ നമ്മോട് ഇടപെടുന്നു, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന വലിയവനായ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഈ തിരുവെഴുത്ത് ഓരോ ദിവസവും നമ്മെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഇന്ന് രാവിലെ ഈ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഈ വാക്യം പലപ്പോഴും നാം വായിച്ചിട്ടുള്ളതാകാം, ധ്യാനിച്ചിട്ടുള്ളതാകാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തനിക്ക് നേരിടുവാനുള്ള വലിയ നിര്യാണത്തെ സംബന്ധിച്ച് കൃത്യമായി അറിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിൻ്റെ അവസാനമായി താൻ അവരോട് പറയുന്നതായ ഒരു ഭാഗമാണല്ലോ ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എന്നുള്ളത്. 13-ാം അധ്യായത്തിൽ നാം കാണുന്നത് പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. കൃത്യമായി ഈ കാര്യങ്ങൾ യേശു കർത്താവ് അറിഞ്ഞിരുന്നു. അതിനുശേഷം താൻ ശിഷ്യന്മാരോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് തുടർന്നുള്ള വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും
ഹൃദയനുറുക്കം സംഭവിക്കാം. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വളരെ പ്രയാസത്തിലൂടെ ഒക്കെ നാം കടന്നു പോയിരിക്കാം. ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ, നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്ന, നമ്മെ പ്രയാസപ്പെടുത്തുന്ന, നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, നമ്മെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് അവസരങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രിയമുള്ളവരെ, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഈ ദൈവവചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ഈ കർത്താവ് നമ്മോട് പറയുകയാണ്, കുഞ്ഞേ, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെന്നിരിക്കാം, എന്നാൽ നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. നീ തളർന്നു പോകരുത്. നിനക്ക് ആശ്വസിക്കുവാൻ വകയുണ്ട്, നിനക്ക് പ്രത്യാശിക്കുവാൻ വകയുണ്ട്. നിന്നെ ധൈര്യപ്പെടുത്തുന്ന വചനം നിന്നോട് സംസാരിക്കുകയാണ്. നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മുടെ ഹൃദയത്തിൻ്റെ സകല വികാര വിചാരങ്ങളും അറിയുന്നവനാണ് കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ലാസറിൻ്റെ മരണാനന്തരം ലാസറിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്ന കർത്താവിൻ്റെ അരികിലേക്ക് മറിയ വന്ന് അവൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ, അതുപോലെ തന്നെ അവിടെ കൂടി വന്ന യഹൂദന്മാരുടെ സങ്കടം കണ്ടപ്പോൾ യേശു ഉള്ളം നൊന്ത് കലങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടുന്ന് നമ്മുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയം ദുഃഖിക്കുന്നത് അവിടുന്ന് അറിയുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ സകല വേദനയും അവിടുന്ന് അറിയുന്നു. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, നമ്മുടെ കർത്താവ് ഒന്നും അറിയുന്നില്ല. നാം ഭാരപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത്, ദുഃഖത്തിലൂടെ കടന്നു പോകുന്നത്, നാം വല്ലാതെ പ്രയാസപ്പെടുന്നത്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്, നിരാശയിലൂടെ കടന്നു പോകുന്നത്, രോഗത്തിൻ്റെ ക്ഷീണത്തിൻ്റെ കാഠിന്യം അനുഭവിക്കുന്നത് ഒന്നും കർത്താവ് അറിയുന്നില്ലല്ലോ എന്നൊരുപക്ഷെ നാം പരിതപിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. കർത്താവ് നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്നവനാണ്. അവിടുന്ന് നമ്മുടെ സകല വേദനകളും അറിയുന്നവനാണ്. മറിയയുടെ കരച്ചിൽ അവൻ കണ്ടു. യഹൂദന്മാരുടെ ഹൃദയവേദന അവൻ കണ്ടു. കർത്താവ് ഉള്ളം നൊന്ത് കലങ്ങി. അവൻ ലാസറിന്റെ കല്ലറയ്ക്കിലേക്ക് പോകുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ഹൃദയം അറിയുന്നവനാണ്, നമ്മുടെ ഹൃദയനുറുക്കം അറിയുന്നവനാണ്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുകയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഏറ്റവും വലിയ ഹൃദയനുറുക്കത്തിൻ്റെ അവസരത്തിൽ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. അവിടുന്ന് നമ്മുടെ അരികിലേക്ക് വരുന്നു. നമ്മളറിയാതെ നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ തലോടി ആശ്വസിപ്പിച്ച് നമുക്ക് ധൈര്യം നൽകി തന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കരം നമുക്കുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നാം ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നാം വായിച്ച വാക്യത്തിൽ ഒരു കാര്യം കൂടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. അതെന്താണ്? നിങ്ങളുടെ ഹൃദയം നുറുങ്ങുന്നതായ സമയത്ത് ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. വിശ്വാസമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം വല്ലാതെ വിഷമിച്ചു വരുന്തോറും നാം വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി തീരണം. കർത്താവിൽ നാം അടിയുറച്ച് വിശ്വസിക്കണം. കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ നാം വിശ്വസിക്കണം. കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. അവിടുത്തെ കരം എന്നെ താങ്ങുന്നു, എൻ്റെ കണ്ണുനീരൊപ്പുന്നു, അവിടുന്ന് എൻ്റെ അരികിലുണ്ട്, എന്നെ കൈവിടാത്ത ഒരു കർത്താവ് എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. ഇന്ന് രാവിലെ ആരെങ്കിലും ഈ നിലയിൽ ഹൃദയവേദന അനുഭവിക്കുന്നവരായിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഹൃദയം വല്ലാതെ കലങ്ങി വിവിധങ്ങളായ കാര്യങ്ങൾ ഓർത്ത് വല്ലാതെ മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനം പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, കർത്താവിൽ വിശ്വസിക്കുക. കർത്താവ് കൂടെയുണ്ട്, അവിടുന്ന് നമ്മെ കൈവിടാത്തവനാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇന്ന് രാവിലെ
ആ കർത്താവ് നമ്മുടെ അരികിലുണ്ട്. ആ കർത്താവിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ വിശ്വാസം നമ്മിൽ എത്രമാത്രമുണ്ടോ അത്രമാത്രം ദൈവം നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ വചനത്തിൽ വിശ്വസിച്ച് ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം നല്ല ധൈര്യമുള്ളവരായി, അടിയുറച്ച വിശ്വാസം കർത്താവിലുള്ളവരായി, ദൈവവചനത്തിൽ ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ നിരാശയിലൂടെ കടന്നു പോയിട്ടുണ്ട്, ദുഃഖങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, വേദനയിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. കർത്താവെ, രോഗത്തിലൂടെയും ക്ഷീണത്തിലൂടെയും ഒക്കെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഓരോ ദിവസവും ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിക്കുന്നത് പോലെ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ, ഞങ്ങളുടെ ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുന്ന അവിടുത്തെ വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആരെങ്കിലും കർത്താവെ ഹൃദയം കലങ്ങിപ്പോകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിട്ടുണ്ടെങ്കിൽ, കർത്താവെ നിരാശയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗത്തിലൂടെയോ ക്ഷീണത്തിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന മാനസിക വ്യഥ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാവിലെ അവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം, സൗഖ്യമാക്കുന്ന കരം, ശക്തിപ്പെടുത്തുന്ന കരം അവരുടെ മേൽ വെച്ച് ഇപ്പോൾ തന്നെ അവരെ സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ കരം അവരുടെ മേൽ വെക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവരെ ധൈര്യപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖിതർക്ക് ആശ്വാസവും, രോഗികൾക്ക് സൗഖ്യവും, ക്ഷീണിതർക്ക് ആശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ നൽകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.